അമേരിക്കയും ഇറാനുമായുള്ള 2 മാസത്തെ ഇടക്കാല സമാധാന കരാറിന് ഏകദേശ ധാരണ രൂപപ്പെട്ടതായി റിപ്പോർട്ട്. ധാരണാപത്രത്തിൽ ഇനി ഒപ്പുവെക്കേണ്ടത് US പ്രസിഡന്റ് ട്രംപ് ആണെന്ന് US മാധ്യമങ്ങൾ. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ഹനിക്കുന്ന ഒരു കരാറിലും ഒപ്പുവെക്കില്ലെന്ന്, വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി. അതിനിടെ ഒമാനെയും പ്രശ്നത്തിലേക്ക് വലിച്ചിടാനുള്ള അമേരിക്കൻ നീക്കം ഗൾഫ് രാജ്യങ്ങളെ ഞെട്ടിച്ചു. മറ്റു രാജ്യങ്ങളെ പോലെ പെരുമാറിയില്ലെങ്കിൽ ഒമാനെയും തകർക്കുമെന്നാണ് ട്രംപിന്റെ പ്രകോപന പ്രസ്താവന. ഇതിന് പിന്നാലെ ഒമാന് മുന്നറിയിപ്പുമായി US ട്രഷറി വകുപ്പും രംഗത്ത്. ഹോർമുസ് നിയന്ത്രണം കൈവിടില്ലെന്ന് ഇറാൻ. ലബനാനിലും ഗസയിലും കുരുതി തുടർന്ന ഇസ്രായേൽ. ഗസയുടെ 70% കൈക്കലാക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി നെതന്യാഹു. MC നാസറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നാസർ, ഒരു അന്തിമ കരാറിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ വരികയാണ്. പക്ഷെ 2 ദിവസം മുമ്പും ഇത്തരത്തിലൊരു അന്തിമ കരാറിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ ഇറാന് അനുകൂലമായ ഒരു കരാറിന് ഒപ്പുവെക്കാനില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ ട്രംപ് പിന്മാറുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ കരാർ ഒരു ഒപ്പിടലിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉപാധികൾ ഈ കരാറിലുണ്ടോ നാസർ? അനീഷ, ഒരു ഭാഗത്ത് പ്രത്യാക്രമണങ്ങൾ തുടരുന്നു, പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. ഇതൊക്കെയാണെങ്കിൽ പോലും ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറാന്റെയും അമേരിക്കയുടെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇനി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ടതുണ്ട്. ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറായിരിക്കും ഈ ധാരണാപത്രത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും നടപ്പാക്കാൻ പോകുന്നത്. ആ 2 മാസത്തിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായ സ്വഭാവത്തിൽ തുറന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ ഹോർമുസ് മേഖലയിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ ഇറാൻ തന്നെ നേരിട്ട് നീക്കം ചെയ്യും എന്നുകൂടി വ്യവസ്ഥയിലുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയിരിക്കും ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും. അതിന് പുറമെ ഇറാന്റേതായിട്ടുള്ള അമേരിക്കയെ പിടിച്ചുവച്ചിരിക്കുന്ന സ്വത്തുവകകൾ അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നതെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ 2 മാസ കാലയളവിനുള്ളിലായിരിക്കും ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യുക. എന്തായാലും ആണവായുധം സ്വന്തമാക്കാൻ തങ്ങൾക്ക് ഒരു താല്പര്യമില്ല, അത് രാജ്യത്തിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് എന്ന ഒരു നിലപാട് കൂടി ഈ ധാരണാപത്രത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ 2 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഇടക്കാല ഉത്തരവിനിടയിൽ, ഇടക്കാല കരാറിനിടയിൽ തന്നെ ചർച്ചകളിലൂടെ ഒരു രമ്യമായിട്ടുള്ള പ്രശ്നപരിഹാരം എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഏതാണ്ട് ഇറാനും അമേരിക്കയും അക്കാര്യം അംഗീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അനീഷ സൂചിപ്പിച്ചതുപോലെ ട്രംപാണ് ആൾ. നിരന്തരമായിട്ടുള്ള പ്രതികരണങ്ങളും സമീപനങ്ങളും തീരുമാനങ്ങളും മാറ്റുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ധാരണ പത്രത്തിൽ അദ്ദേഹം ഒപ്പിടുമോ, അതല്ല വീണ്ടും ശക്തമായിട്ടുള്ള ഏതെങ്കിലും ആക്രമണ നീക്കങ്ങളിലേക്ക് ട്രംപ് മുതിരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പ്രവചിക്കാനാവില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ തീരുമാനം, ഏത് സ്വഭാവത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ലോകത്തിന് തന്നെ യാതൊരു വിധത്തിലും കണക്ക് കൂട്ടാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇനി ട്രംപാണ് ഇതിൽ ഒപ്പുവെക്കേണ്ടത്. അത് എപ്പോൾ ഉണ്ടാകും, ഏത് സമയത്ത് ഈ കരാർ നിലവിൽ വരും, അതിനോട് ഇറാൻ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. കാരണം ഈ 3 ദിവസത്തിനുള്ളിൽ 2 തവണയാണ് ഇറാന് നേരെ അമേരിക്കൻ സേന ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം അടിച്ചുവിട്ടത്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന ബന്ദർ അബ്ബാസ് നഗരത്തിന് നേർക്കായിരുന്നു ആക്രമണം. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തകർക്കുകയും അതോടൊപ്പം തന്നെ ചില ഇറാന്റെ ബോട്ടുകൾ തകർക്കുകയും ചെയ്തു എന്നാണ് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഈ മേഖലയിലുള്ള ഒരു അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേരെ തങ്ങൾ തിരിച്ചടിച്ചതായിട്ട് ഇറാൻ സേന IRGC മുന്നറിയിപ്പ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഏത് രാജ്യത്തെ ഏത് വ്യോമ കേന്ദ്രത്തിന് എതിരെയാണ് തങ്ങൾ തിരിച്ചടി നടത്തിയത് എന്ന കാര്യത്തിൽ ഇറാൻ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ കുവൈത്തിലേക്ക് വന്ന നിരവധി ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചതായിട്ട് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആ ഒരു ഭാഗത്ത് അത് തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് വെളുപ്പിന് വളരെ പ്രകോപനപരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായത്. ആ നീക്കങ്ങളിൽ ഇതുവരെ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒമാനെ കൂടി പ്രതിസന്ധിയിലേക്ക് വലിച്ചിടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒമാൻ എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. അതുമാത്രമല്ല 2015 ഇറാനും വൻശക്തി രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആണവ കരാർ ഒപ്പിടുന്നതിന് നിർണായകമായിട്ടുള്ള മധ്യസ്ഥ റോൾ വഹിച്ച രാജ്യം കൂടിയാണ് ഒമാൻ. അതിന് പിന്നെ ഈ ഫെബ്രുവരി
ഒമാനെതിരെ ട്രംപ് ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതാണ്. ട്രംപ് പറയുന്നതനുസരിച്ചാണെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ ഒമാനും നിലപാട് സ്വീകരിക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു രാജ്യം എന്ത് നിലപാട് സ്വീകരിക്കണം, എന്താണ് അവർ പറയേണ്ടത്, എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ ധാർമ്മികമായി ട്രംപിന് എന്താണ് അവകാശം എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനിടയിലാണ് മറ്റു രാജ്യങ്ങളെ പോലെ നിലപാടെടുക്കണമെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ അതിർത്തിക്ക് കൂടി ഇടയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ട്രംപ് ഒരു കരാറിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? അനീസ, ഒന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ആയതുകൊണ്ടും ട്രംപിന്റെ സമീപനങ്ങളും നിലപാടും തീരുമാനവും അടിക്കടി മാറുന്നത് കൊണ്ടും ഒരു കരാർ പിറക്കുമെന്നോ അല്ലെങ്കിൽ ആ കരാറിലൂടെ ഈ മേഖലയിൽ ഒരു സമാധാനം കൈവരുമെന്നോ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് ട്രംപ് ഇനി കരാർ വന്നാൽ പോലും പിന്മാറുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ആർക്കും തന്നെ ഒരു തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. കാരണം ട്രംപിന്റെ സ്വഭാവവും സമീപനങ്ങളും ഇതുവരെയുള്ളത് പിന്നെ അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഇറാൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ, വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ ഇതൊക്കെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കണ്ട് സമാധാനം പുലരുമെന്ന കാര്യം വ്യക്തമല്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒമാൻ എന്നത് ഈ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു സഖ്യകക്ഷിയാണ്. നിർണായകമായിട്ടുള്ള ഒരു പങ്കാളിത്തം അമേരിക്കയുമായിട്ട് തുടർന്നു വരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാനോടുള്ള അതേ സമീപനമാണ് പിന്നെ ഒമാന്റെ കാര്യത്തിലും സ്വീകരിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഹോർമസ് കടലിടുക്കിൽ ഒരു നിലക്കുള്ള ചുങ്കം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ഒരു നടപടിയും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാവില്ലെന്ന് അമേരിക്ക പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത്തരം പിന്നെ മറ്റു രാജ്യങ്ങൾ പെരുമാറുന്നത് പോലെ പെരുമാറിയിട്ടില്ല എങ്കിൽ ഒമാനെ തകർക്കും എന്നത് ഉൾപ്പെടെയുള്ള എത്രയും പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു സഖ്യരാജ്യത്തിന് നേരെ നടത്തിയ പിന്നെ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്ത് എന്ന കാര്യം പോലും അവ്യക്തമാണ്. കാരണം ഇത് മാത്രമല്ല, ട്രംപ് ആ പ്രതികരണം നടത്തിയ ഉടൻ തന്നെ US സ്റ്റേറ്റ് വകുപ്പ് ആ പ്രതികരണ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച് അതിന് കൂടുതൽ സ്ഥിരീകരണം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുമാത്രമല്ല, US ട്രഷറി വകുപ്പ് സെക്രട്ടറി തന്നെ ഔദ്യോഗികമായിട്ട് ഒമാന് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ന് വൈകിട്ട് അത് പിന്നെ US ട്രഷറി വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവന പ്രകാരം വ്യക്തമാക്കുന്നത് ഒമാനുള്ള കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പായിരുന്നു അത്. ഹോർമസിൽ ചുങ്കം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളോട് പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ സഹകരിക്കുന്ന സ്ഥാപനങ്ങൾ, വ്യക്തികൾ, രാജ്യങ്ങൾ ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് US ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അപ്പോൾ അമേരിക്ക തീരുമാനിച്ചുറച്ചതുപോലെയുള്ള ഒരു സമീപനമാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തമാവുന്നത്. എന്തായാലും ഇറാൻ പൂർണ്ണമായി തന്നെ ഒമാന് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങളാണ് ഈ മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികളോട് പോലും അനുവർത്തിക്കുന്നത്. അത് തിരിച്ചറിയണം എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ലബനാനിലും ഗസയിലും ആക്രമണം വളരെ വ്യാപിപ്പിച്ചുകൊണ്ട് അവിടങ്ങളിൽ കുരുതി നിരന്തരം തുടർന്നുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളും ഒരുപക്ഷെ ഈ സമാധാന നീക്കം അട്ടിമറിക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നിട്ട ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ പിന്നെ ലബനാനിലും ഗസയിലും കൊല്ലപ്പെട്ടു എന്ന്. ഗസയിലെ ഏതാണ്ട് 70% സ്ഥലങ്ങളും കൈയടക്കണമെന്നാണ് നെതന്യാഹു ഇപ്പോൾ സൈന്യത്തിന് ഏറ്റവും അവസാനം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 30% ഏരിയയിലേക്ക് ഈ പലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ടും ഒതുക്കുക എന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടും ഫലസ്തീനുകളെ ഗസയിൽ നിന്ന് പുറന്തള്ളുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു നീക്കമായിട്ടും ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും സമാധാന നീക്കങ്ങൾക്ക് വലിയ തോതിൽ വിലങ്ങുതടിയാണ്. പക്ഷേ പിന്നെ ട്രംപ് ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളും, അത് ഈ മേഖലയിൽ സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഉതകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ വരും മണിക്കൂറുകളിലായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭ്യമാവുക. അനീഷ, നാസർ, ഒരു കാര്യം കൂടി, പൊതുവെ ഈ ഉയർന്നൊരു വിമർശനം എന്ന് പറയുന്നത് ട്രംപിന് ഈ കരാറിൽ എത്താൻ ഒരു ആശയോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല, മറിച്ച് ഈ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അത് US-ന് അനുകൂലമാക്കി എടുക്കുക എന്നത് മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഒരു കരാറിലേക്ക് എത്തുന്നു എന്ന് കേട്ടയുടനെ എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് $100 മുകളിലെത്തിയ എണ്ണവില അത് പിന്നീട് കരാറിലേക്ക് എത്തുന്നു എന്ന സൂചന ലഭിച്ച ഉടനെ തന്നെ അത് കുറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സാധ്യതകളെ ട്രംപ് പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് കരാറിലേക്ക് എത്തിയെന്ന സൂചനകളൊക്കെ പടച്ചുവിടുന്നത് എന്നൊരു വിമർശനം ട്രംപിനെതിരെ ശക്തമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അതിനിടയിലാണ് ഒരു വശത്ത് ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഈ ലബനാനെ കരാറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇറാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ലബനാനിലും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ട്രംപ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്?
അനീഷ, ഇത് തന്നെയാണ് വലിയൊരു ആശങ്ക ഉയർത്തുന്ന ഒരു ഘടകം എന്നത്. കാരണം ട്രംപ് പറയുന്നതല്ല പ്രയോഗതലത്തിൽ വരുന്നത്. അദ്ദേഹം വിപണിയെയും ഓഹരി വിപണിയെ പ്രധാനമായിട്ടും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിതാ ഇറാനുമായിട്ട് ഒരു കരാറിലേക്ക് എല്ലാ അർത്ഥത്തിലും എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇറാൻ ഒരു കരാറിന് വലിയ തോതിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആ കരാർ വരും ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമാവും. ഒരുപക്ഷെ നാളെ തന്നെ ഈ കരാർ നിലവിൽ വരാൻ പോവുകയാണ് എന്ന അർത്ഥത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അത് വിപണിയെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നു. എണ്ണവില 3 മുതൽ 5% വരെ കുറയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. ഓഹരി വിപണിയിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം പൂർണ്ണമായിട്ടും കൈയടക്കാൻ അമേരിക്കൻ നേതൃത്വത്തിന്, അമേരിക്കൻ സാമ്പത്തിക വകുപ്പിന് സാധിക്കുന്നു. ഇതൊക്കെയും കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ട്രംപ് നടത്തുന്നത് എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. പക്ഷെ അതേസമയം തന്നെ പ്രായോഗികമായിട്ട് ട്രംപ് നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ആഭ്യന്തര തലത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, മേഖലയിലെയും ആഗോളതലത്തിലെ പ്രതിസന്ധികളും. അതിനിടയിൽ ഒരു കരാറിലേക്ക് എത്തുക എന്നതും അനിവാര്യമാണ്. അപ്പോൾ ഈ രണ്ടിനും ഇടയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നതിൽ ട്രംപ് ഏത് തീരുമാനം കൈക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചു നിൽക്കുകയാണ് പശ്ചിമേഷ്യയുടെ ഭാവി. അനീഷ, ഏതായാലും ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ അനുസരിച്ച് ഒരു കരാറിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അക്കാര്യമാണ് ട്രംപ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിലൊരു ആശങ്ക എന്ന് പറയുന്നത് ട്രംപാണ് ഏത് സമയത്തും നിലപാട് മാറ്റാം. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. കുവൈത്തിനെ ലക്ഷ്യമിട്ട് ഇന്ന് രാവിലെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം ഗൾഫ് മേഖലയിൽ വീണ്ടും ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി തടഞ്ഞതായി കുവൈത്ത് സൈന്യം സ്ഥിരീകരിച്ചപ്പോൾ ആക്രമണത്തെ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയവും ഗൾഫ് രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. സലീം കോട്ടയിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലീം, ഇന്ന് രാവിലെ കുവൈത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതിൽ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന് ആശങ്കയുണ്ടോ? അനീഷ, ഇന്ന് പുലർച്ചെയോടെയായിരുന്നു കുവൈത്തിനെ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ആക്രമണം ഉണ്ടായതോടെ മേഖലയിൽ വീണ്ടും ആശങ്ക ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ അപലപിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നാണ് മന്ത്രാലയത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ. അതോടൊപ്പം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെയും പോലും ഇത് ബാധിക്കാമെന്ന മുന്നറിയിപ്പും കുവൈത്ത് നൽകുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, കഴിഞ്ഞ കുറച്ച് മേഖലയിൽ സംഘർഷം കുറിപ്പുള്ള നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾ ഇടയിലാണ് ഇപ്പോഴത്തെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ പുതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതിനിടെ ഉണ്ടായ ഈ സംഭവം വളരെ ഗൗരവത്തോടെയാണ് കുവൈത്ത് കാണുന്നത്. ആക്രമണം ഉടൻ നിർത്തണമെന്നും സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കുവൈത്ത് ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനുള്ള അവകാശം കുവൈത്തിനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 61 പ്രകാരമുള്ള സ്വയം പ്രതിരോധ അവകാശവും കുവൈത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയും കുവൈത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ കുവൈത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുരക്ഷാ ഏജൻസികളും ബന്ധപ്പെട്ട വകുപ്പുകളും സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ നയതന്ത്ര നീക്കങ്ങളും ഔദ്യോഗിക പ്രതികരണങ്ങളും ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശരി, സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. കുവൈത്തിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇതെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമവും UN ചാർട്ടറും സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങളും ആക്രമണം ലംഘിക്കുന്നതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ആക്രമണങ്ങൾ ഉടൻ നിർത്തി പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് കുവൈത്ത് ഇറാനോട് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കുവൈത്ത് വ്യക്തമാക്കി. കുവൈത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച UAE. കുവൈത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം UAE ഉറച്ചു നിൽക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ സ്ഥിരതയും സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതിനായി കുവൈത്ത് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും UAE പൂർണ്ണ പിന്തുണ അറിയിച്ചു. കുവൈത്തിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങളെ ശത്രുതാപരമായി നടപടിയായി വിശേഷിപ്പിച്ച സൗദി അറേബ്യ കുവൈത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു.
ഇത് കുവൈത്തിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ UAE ആക്രമണങ്ങളെ ഭീകര നടപടിയായി വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്ര ചാർട്ടറിന്റെയും വ്യക്തമായ ലംഘനമാണ് ഈ ആക്രമണമെന്ന് ഖത്തറും ജോർദാനും വ്യക്തമാക്കി. ആക്രമണം ചെറുത്ത് കുവൈത്ത് സായുധ സേനയുടെ സന്നദ്ധതയെ പ്രശംസിച്ച ബഹ്റൈൻ കുവൈത്തിനോടുള്ള പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കുവൈത്തിനെതിരെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഖത്തർ. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഇത്തരം അന്യായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൂടാ. സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ സംഘർഷങ്ങൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ കുവൈത്ത് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഖത്തർ പൂർണ്ണ പിന്തുണ നൽകി. സൗദിയിൽ ജയിൽ മോചിതനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജന്മനാട്ടിലെത്തി. ഒരു നാടാകെ റഹീമിനെ സ്വീകരിക്കുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം മാതാവ് ഫാത്തിമയുടെ അടുത്ത് മകൻ എത്തിയപ്പോൾ അത് വൈകാരിക കാഴ്ചയായി മാറി. കൂടെ നിന്ന ഓരോ ആളുകൾക്കും അബ്ദുൾ റഹീം നന്ദി അറിയിച്ചു. പെരുന്നാളിന് നാട്ടിലെത്താനാകുമോ എന്ന ആശങ്കയ്ക്ക് വിരാമമിട്ടാണ് സൗദി സമയം രാത്രി 11:55 റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് അബ്ദുൾ റഹീം യാത്ര പുറപ്പെട്ടത്. രാവിലെ 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും റഹീം നിറകണ്ണുകളോടെ പുറത്തേക്ക്. കാത്തിരുന്ന തറവാട് വീട്ടിലേക്ക് എത്തുമ്പോൾ വൈകാരികമായിരുന്നു കാഴ്ച. ഒരു നാട് മുഴുവൻ റഹീമിന്റെ വീട്ടിലുണ്ടായിരുന്നു. 20 വർഷത്തിനിപ്പുറം ഉമ്മ ഫാത്തിമയുടെ സ്നേഹത്തണലിലേക്ക് അബ്ദുൾ റഹീം എത്തി. അടുത്ത കുടുംബാംഗങ്ങളും സന്തോഷം മറച്ചുവെച്ചില്ല. ഞങ്ങൾക്ക് 2 പെരുന്നാളല്ലേ, ഡബിൾ ആഘോഷമാണ് വരുന്നത്. സങ്കടത്തിൽ പങ്കുകൊള്ളാൻ വന്നിരുന്നു. ഇനിയിപ്പോ സന്തോഷത്തിലും പങ്കുകൊള്ളാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. സന്തോഷം ഒന്ന് കാണണം. അത്രയും കരഞ്ഞ ഉമ്മ ഇല്ലാതായിക്കുന്നു. മാമനെ കണ്ടിട്ട് എന്താ പറഞ്ഞത് മാമനോട്? ഹാപ്പിയായി. ഓരോ മലയാളിക്കും നന്ദി എന്നായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രതികരണം. ഈ പെരുന്നാളിനോളം വലിയ ആഘോഷമില്ല എന്ന് ഉമ്മ ഫാത്തിമയും. അതൊന്നും പറയാനില്ല. വലിയ പെരുന്നാള് ഇരട്ടി മധുരം ഉള്ളതായില്ലേ? ഇരട്ടി മധുരം ഇടക്കല്ല, ഇരട്ടിക്കരട്ടി. 2006 സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. റഹീമിന്റെ മോചനത്തിനായി മലയാളികൾ ഒന്നിച്ചുനിന്ന് സമാഹരിച്ചത് 46 കോടി രൂപയാണ്. പിന്നാലെ 2024 ജൂലൈയിൽ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തിരുന്നു. ഇവിടെ മുതലുള്ള കാത്തിരിപ്പിനാണ് ഇന്ന് അന്ത്യമായത്. മീഡിയ 1 കോഴിക്കോട്. റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ചെയ്ത മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിച്ചു റിയാദിലെ റഹീം നിയമസഹായ സമിതി. വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ലക്ഷ്യത്തിലെത്തിയത്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിരുന്നുവെന്നും സമിതി അംഗങ്ങൾ മീഡിയ 1 പറഞ്ഞു. റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്. ജയിൽ മോചിതനായി നാട്ടിലെത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഇന്ന് കേരളക്കര സാക്ഷിയായത്. ഇതിൻ്റെ പുറകിൽ ഇത്രയും കാലം വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ച വലിയൊരു സംഘമുണ്ട്. റിയാദ് നിയമസഹായ സമിതി അംഗങ്ങൾ. ആ അംഗങ്ങളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ ഒരു വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്, ഇപ്പോൾ ദിവസമാണെന്ന് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലും ദൃശ്യമീഡിയകളിലൊക്കെ കണ്ടത് അത്രമാത്രം സന്തോഷം നിറഞ്ഞ റഹീം നാട്ടിലെത്തി ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നതും നാട്ടുകാരുമായി കാണുന്നതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളുടെ അധ്വാനം ഉണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം നേരിട്ടത് എവിടെയായിരുന്നു? ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് വീഡിയോകളും യൂട്യൂബേഴ്സും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ക്രൗഡ് ഫണ്ടിങ് ഞങ്ങൾ ആരംഭിച്ച സന്ദർഭത്തിൽ ആദ്യത്തെ ഒരു 2-4 ദിവസം നമുക്ക് ഫണ്ട് വേണ്ട രീതിയിൽ വരാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ റിയാദ് സഹായ സമിതിയും അതിൻ്റെ ആളുകളുമൊക്കെ തന്നെ ഈ കാര്യത്തിൽ വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ 34 കോടി രൂപ സ്വരൂപിക്കുക എന്നുള്ളത്. അതിന് ശേഷമാണ് വളരെ കൃത്യമായി കൊണ്ട് തന്നെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ കാണുകയും ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോളോ അപ്പുകളൊക്കെ നടത്തിക്കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ നല്ല ആളുകളുടെയും ഒക്കെ സഹായത്തോടു കൂടിക്കൊണ്ട് 34 കോടി രൂപ നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു. ട്രഷററാണല്ലോ, എന്താണ് ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ
വെളിപ്പെടുത്താനുള്ളത്? ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ള മലയാളികൾ ഒന്നടങ്കം ഒരു വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു രീതിയിലേക്ക് പോയതാണ്. ആരും വിചാരിക്കാത്ത രീതിയിൽ ഇതിന് ഫണ്ടിങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആർക്കും ആദ്യം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു രീതിയായിരുന്നു. അത് നടന്നു എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഐക്യമാണ്. അത് ലോകം മുഴുവൻ അത് അറിയപ്പെടുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും വലിയ രീതിയിൽ സഹായ മനസ്ഥിതി ഉള്ള മനുഷ്യർ ഒന്നിച്ചു എന്നുള്ളതാണ്. എന്താണ് പൊതുജനങ്ങളോട് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചതിന് വളരെ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. മലയാളി സമൂഹത്തിൻ്റെ ഒരു ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയാക്കുന്ന ഒരു പ്രവർത്തനമാണ്. ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസം കാരണം ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുന്ന എന്ന ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് അതോടുകൂടി തന്നെ റിയാദിലെ നിയമസഹായ വേദിയും അത് കോർഡിനേറ്റ് ചെയ്ത് വളരെ ഭംഗിയായി ചെയ്ത ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. 2024 ഒരു പെരുന്നാൾ ദിനത്തിലാണ് നമ്മുടെ ക്രൗഡ് ഫണ്ടിങ് നമ്മൾ ആദ്യം തുടക്കം കൊടുക്കുന്നത്. ഒരു പെരുന്നാൾ ദിനത്തിനാണ്, ഒരു കോയിൻസിഡൻസ് ആണ് അല്ലേ? അതേ ഒരു പെരുന്നാൾ ദിനത്തിനാണ് റഹീം നാട്ടിലേക്ക് എത്തിയിട്ടുള്ളതും. അത് രണ്ടും കൂടി നമുക്ക് പറയുമ്പോൾ ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ 2 വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദൃഢ നിശ്ചയത്തോടു കൂടിയാണ് ഈ സഹായ സമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് നോക്കി കാണാവുന്നതാണ്. ഇനി മറ്റൊരു റഹീം കേസ് ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. ഹജ്ജ് കർമ്മങ്ങളുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ് ഹാജിമാർ. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കല്ലേറ് കർമ്മമായിരുന്നു ഹാജിമാർക്ക് കാര്യമായി ബാക്കിയുണ്ടായിരുന്നത്. ഇന്നലെയും ഹജ്ജിൻ്റെ തവാഫുമായി ബന്ധപ്പെട്ട അനുബന്ധ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ഹാജിമാരുണ്ടായിരുന്നു. അവർ അതിന്നും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പിറകിൽ കാണുന്നതാണ് ജംറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇവിടെയാണ് 3 സ്തൂപങ്ങളിൽ ഇന്ന് ഹാജിമാർ കല്ലേറ് കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെയും ഹാജിമാർക്ക് കല്ലേറ് കർമ്മമാണ് ബാക്കി. നാളത്തോടു കൂടി ഭൂരിഭാഗം ഹാജിമാരും മിനയോട് വിട പറയും. ഇതിനു മുന്നോടിയായി കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഹാജിമാരുള്ളത്. നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കഅബക്കരികിൽ നിന്നും തിരികെ മടങ്ങുന്ന ഹാജിമാരെയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇക്കൂട്ടത്തിൽ ജംറയിൽ പോയി കല്ലേറ് കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഹാജിമാരുമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത ദേശക്കാരായ ആളുകളാണ് ഒരേ മന്ത്രത്തോടു കൂടി ഇവിടെ നിന്നും ജംറകളിൽ നിന്നും മടങ്ങി തമ്പുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഹജ്ജിന് ഭൂരിഭാഗം പേരും കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വിട പറയും. എന്ന് വെച്ചാൽ മിനായിൽ നിന്നും നാളെ ഭൂരിഭാഗം ഹാജിമാരും മടങ്ങും. എന്ന് വെച്ചാൽ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായും ഏതാണ്ട് അവസാനിക്കും. അവശേഷിക്കുന്ന ഹാജിമാരുണ്ടാകും. എന്ന് വെച്ചാൽ നാളെ സൂര്യാസ്തമയത്തിന് മുന്നോടിയായി മടങ്ങാൻ കഴിയാത്ത ഹാജിമാരുണ്ടാകും. അത്തരം ഹാജിമാർ ശനിയാഴ്ച കൂടി മിനായിൽ തങ്ങിയ ശേഷമായിരിക്കും മിനയോട് വിട പറയുക. അവരും ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ മിനായിൽ നിന്നും വിട പറയും. ഈ തരത്തിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ഈ വർഷം കഴിഞ്ഞ വർഷത്തിന് സമാനമായിക്കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങൾ കൂടാതെ എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായും ഒപ്പം തന്നെ ഭൗതികപരമായുമുള്ള ആരോഗ്യ വിഷമങ്ങളില്ലാതെയാണ് ഹാജിമാർ കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുന്നത്. എന്ന് വെച്ചാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മരണസംഖ്യ നന്നേ കുറഞ്ഞ, വാർദ്ധക്യമുള്ളവരാണെങ്കിൽ പോലും മരണസംഖ്യ നന്നേ കുറഞ്ഞ ഒരു ഹജ്ജ് കാലം കൂടിയാണ് പൂർത്തിയാകുന്നത്. അതേസമയം തന്നെ നമുക്കിതിൽ കാണാവുന്നതുപോലെ തന്നെ ഇത് പല തമ്പുകളിലേക്ക് പോകുന്ന ആളുകളാണ്. ഇതിൽ വഴി മാറിപ്പോകുന്നവരുണ്ടാകും, വഴി തെറ്റി സഞ്ചരിക്കുന്നവരുണ്ടാകും. അവർ ഒരു പക്ഷേ ഏറെ നേരം സഞ്ചരിച്ച ശേഷമായിരിക്കും ടെൻറ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും അവർക്ക് കൂടെ ആളില്ലാതെ ഒറ്റയ്ക്കൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ചെറു സംഘമായി പോകുന്നവർക്ക് പലപ്പോഴും വഴി ഇതുപോലെ തന്നെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അവരെല്ലാം വൈകിയായിരിക്കും തമ്പുളിലേക്ക് എത്തുക. അതാണ് ഈ യാത്രയിൽ അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷമം. കാരണം തമ്പുകൾ കണ്ടെത്തിക്കൊണ്ട് അവരുടെ തമ്പുളിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ഏതായാലും ഇതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഭൂരിഭാഗം ഹാജിമാർ മടങ്ങുകയാണ്. മലയാളി ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങളെല്ലാം ഭൂരിഭാഗവും പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ സംതൃപ്തിയോട് കൂടിയാണ് മലയാളി ഹാജിമാരും മടങ്ങാൻ ഒരുങ്ങുന്നത്. എങ്കിൽ പോലും പ്രായമേറെ കൂടിയ, പ്രത്യേകിച്ച് നോൺ മഹറം വിഭാഗത്തിൽ ആൺതുണയില്ലാതെ എത്തിയ വിഭാഗത്തിലുള്ള പ്രായമേറിയ ഹാജിമാരുണ്ട്. അവർക്കേറെ പ്രയാസവും ഈ ഹജ്ജിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഒന്നിച്ച് യാത്രയൊക്കെ ചെയ്യണം. കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ പലതും ഹജ്ജിൻ്റെ ഭാഗമായുള്ള ത്യാഗങ്ങളാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഹജ്ജിൻ്റെ
ഹജ്ജിൻ്റെ ഭാഗമായുള്ള ത്യാഗങ്ങൾ എന്ന് പറയുമ്പോൾ പോലും കൂട്ടിന് ആരോഗ്യമുള്ളവരില്ലാത്തൊരു പ്രയാസം നന്നേ പ്രായമുള്ള ഉമ്മമാരെല്ലാം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ആ തരത്തിൽ അവരുടെ കർമ്മങ്ങളെല്ലാം ഏതായിരുന്നാലും ഭൂരിഭാഗവും പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ഇനി നാളെ ഹാജിമാർ ചെയ്യുക മിനായിൽ നിന്നും മടങ്ങി അവരുടെ അസീസിയ ഉൾപ്പെടെയുള്ള മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഹജ്ജിന് മുന്നോടിയായി അവർ താമസിച്ച താമസ സ്ഥലങ്ങളിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് അവർക്ക് അവശേഷിക്കുന്നത് ഏക കർമ്മമാണ്. അത് കാബക്കരികിലെത്തി ഹജ്ജിന് അവസരം തന്ന ദൈവം തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ത്വവാഫ് കർമ്മമാണ്. അതിനുശേഷം ഓരോരുത്തരായി ഘട്ടം ഘട്ടമായി നാട്ടിലേക്ക് മടങ്ങും. 2-ാം തീയതി മുതലാണ് ഇന്ത്യക്കാരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ഒരുക്കിയിട്ടുള്ളത്. അതിനനുസരിച്ച് ഇന്ത്യൻ ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കും. ഈ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കും അവർ മടങ്ങുക. ഇതിൽ മദീന സന്ദർശനം പൂർത്തിയാക്കാത്ത ഹാജിമാരുണ്ട്. അവർ ഈ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായ ശേഷം മദീന വഴി പോയി അവിടെ നിന്നാകും മടങ്ങുക. ഏതായിരുന്നാലും സംതൃപ്തികരമായ ഒരു ഹജ്ജ് കാലം കൂടി ഇവിടെ പൂർത്തിയാവുകയാണ്. ആ കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പോകുന്ന ഹാജിമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഭൂരിഭാഗം ഇന്ത്യൻ ഹാജിമാരും നാളെ മിനായിൽ നിന്ന് മടങ്ങും. മലയാളി ഹാജിമാർ ശനിയാഴ്ച കൂടി കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയാണ് മടങ്ങുക. ജൂൺ 2 മുതൽ ഇന്ത്യൻ ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങും. തിരക്ക് പരിഗണിച്ച് ഹജ്ജ് സർവീസ് കമ്പനികൾക്ക് മിനായിൽ നിന്ന് മടങ്ങാനുള്ള സമയം നൽകിയിട്ടുണ്ട്. ഭൂരിഭാഗം ഹാജിമാരും നാളെ കല്ലേറുകർമ്മം പൂർത്തിയാക്കി മടങ്ങും. നാളെ തന്നെ മടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റന്നാളും കൂടെ കല്ലെറിഞ്ഞാലാണ് പൂർത്തിയാകുക. എന്ന അയ്യാം തശ്രീഖ് 1 തുടങ്ങിയത്. 1, 2, 3 ദിവസമാണ് എറിയേണ്ടത്. പക്ഷേ നാളെ വൈകുന്നേരം മഗ്‌രിബിന് മുമ്പേ ഏറ് പൂർത്തിയാക്കി മടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മലയാളി ഹാജിമാരിൽ അധികവും ശനിയാഴ്ച കൂടി കല്ലേറുകർമ്മം പൂർത്തിയാക്കിയാവും മടങ്ങുക. ആൺതുണയില്ലാതെ എത്തിയ തീർത്ഥാടകർ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയതിനു ശേഷം ത്വവാഫും സഅയും നിർവഹിക്കും. ഇന്ന് കല്ലേറ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവുകയാണ്, ടെൻറ്റിലേക്ക് പോവുകയാണ്. ഇന്നലെ ഒരുപാട് കർമ്മങ്ങളുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് നല്ല റഷായിരുന്നു. ഇന്നലെ നമ്മൾ അത് കല്ലേറ് കർമ്മം കഴിഞ്ഞു, മുസ്ദലിഫയിൽ വന്ന് കല്ലേറ് കഴിഞ്ഞു. പിന്നെ നമ്മൾ മക്കത്ത് പോയി തവാഫും കൂടി ചെയ്തു. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതോടെ വിടവാങ്ങൽ തവാഫ് കൂടി ഹാജിമാർക്ക് ബാക്കിയുണ്ട്. ചൊവ്വാഴ്ച മുതൽ ഇന്ത്യൻ ഹാജിമാരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. കർമ്മങ്ങളെല്ലാം സംതൃപ്തിയോടെ പൂർത്തിയാക്കുന്ന ഹാജിമാർ നാളെ മുതൽ മടങ്ങി തുടങ്ങും. മിനായിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ 12 ലക്ഷത്തിലധികം ആരോഗ്യ സേവനങ്ങൾ നൽകിയതായി സൗദി. 29 ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള കണക്കുകളാണ് പുറത്തുവന്നത്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്ക്. ദുൽഹിജ്ജ 9, 10 തീയതികളിൽ തീർത്ഥാടകർക്കായി നൽകിയ ആരോഗ്യ സേവനങ്ങളുടെ കണക്കുകളാണ് പുറത്തുവന്നത്. നൽകിയത് 12 ലക്ഷത്തിലധികം ആരോഗ്യ സേവനങ്ങളാണ്. ആരോഗ്യ കേന്ദ്രങ്ങളും അടിയന്തര പരിചരണ സേവനങ്ങളും വഴി 49,900 പേർ സേവനം നേടി. എമർജൻസി വിഭാഗത്തിൽ 41,700 കേസുകൾ പരിഗണിച്ചു. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ 14,500 പേരാണ് ചികിത്സ തേടിയത്. ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് 4,900 പേരെയും. 29 ഓപ്പൺ ഹേർട്ട് ശസ്ത്രക്രിയകളാണ് ഈ കാലയളവിൽ നടത്തിയത്. 251 കത്തീട്രൈസേഷൻ നടപടികളും പൂർത്തിയാക്കി. 337 മറ്റു ശസ്ത്രക്രിയകളും നടത്തിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി നിരവധി സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തറിലുടനീളം ബലിപെരുന്നാൾ ആഘോഷങ്ങൾ 2-ാം ദിവസവും സജീവമായി തുടരുകയാണ്. കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ചും രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലുമെല്ലാം വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. പ്രവാസി മലയാളികളും ആവേശം ഒട്ടും ചോരാതെ പെരുന്നാൾ കൊണ്ടാടുകയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഖത്തറിൽ ബലിപെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ തുടരുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ഖത്താറ കൾച്ചറൽ വില്ലേജിൽ, അതുപോലെ 974 പാർക്കിൽ, അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന സൂക്ക് വാക്കിഫിൽ, അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറുകയാണ്. നല്ല ചൂടാണ് ഇപ്പോൾ ഖത്തറിൽ. ചൂടിൻ്റെ ഒരു കാഠിന്യത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസം ഈ വാരാന്ത്യത്തിൽ ചൂട് 45 ഡിഗ്രി വരെ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. രാത്രി ഒരു 30-33 ഡിഗ്രി വരെ സെൽഷ്യസ് താപനിലയുണ്ട്. ഏതായാലും ഈ ഒരു കടുത്ത ചൂടിനിടയിൽ രാത്രി ഒരു ചെറിയ ഒരു ആശ്വാസം കിട്ടും. അതിനിടയിലാണ് ആളുകൾ കൂട്ടത്തോടുകൂടെ പുറത്തേക്ക് വരുന്നത്. ബലിപെരുന്നാൾ ആയതോടുകൂടെ തന്നെ ആളുകൾ വളരെ കൂടുതൽ ആളുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സൂക്ക് വാക്കിഫിലടക്കം നിരവധി മലയാളികളൊക്കെ ഇവിടുത്തെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ആഘോഷം എന്താ ഉള്ളത്? ഇവിടെ ഇതൊക്കെ കാണാനുള്ള ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഖത്തറിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ, അതാണ് ഉദ്ദേശം. നാട്ടിലെവിടുന്ന? നാട്ടിൽ കാലിക്കറ്റ്.
കോഴിക്കോട് താമരശ്ശേരി. ഞങ്ങൾ കൊള്ളാം, നല്ല വൈബാണ്. പെരുന്നാളിൻ്റെ ഒരു ഇതുണ്ട്, അങ്ങനെ അടിച്ചുപൊളിച്ച് പോകുന്നു. ഇതിനായിട്ട് വേണ്ടി മാത്രം വന്നതാണ്? നമ്മൾ പെരുന്നാളിലേക്ക് വേണ്ടി മാത്രമായിട്ട് അബുദാബിയിൽ നിന്ന് വന്നതാണ്. സുഖുവാക്കിഫിൽ വരുന്ന നേരത്തെ തീരുമാനിച്ചു. നമ്മൾ ഇവിടുത്തെ ബെസ്റ്റ് പ്ലേസസ് ഏതൊക്കെയാണോ അവിടേക്ക് വിസിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇവിടെ തന്നെയാണ്. ഇതിൽ ഫാമിലീസ് ഒക്കെ നാട്ടിൽ നിന്ന് വന്നതാണ്, പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പെരുന്നാൾ അടിപൊളിയാക്കാൻ വന്നു? പെരുന്നാൾ അടിപൊളിയാക്കാൻ വന്നതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. സൂക്കിൽ ഇവിടെ അടുത്ത് തന്നെ താമസം. അപ്പോൾ നമുക്കൊരു ഖത്തറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് പരിപാടിക്കും നമ്മൾ ആദ്യം വരുന്നൊരു സ്ഥലമാണ് സൂക്ക്. എന്താണെന്ന് പെരുന്നാളിൽ എന്താ പ്രത്യേകിച്ച് ആഘോഷം? എന്തായാലും ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അടിപൊളി. എല്ലാ ദിവസവും എല്ലാ സമയത്തും വരുന്നതാണോ? നമ്മൾ വല്ലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങും. വേറെന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ കൂടുന്നു, ഫുഡ് കഴിക്കുന്നു. നല്ലത് തന്നെ, പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അടിപൊളി. ഞാൻ എന്താ പറയാ, അടിപൊളി. ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേ വീട്ടിൽ? ഉണ്ടാക്കി. കഴിഞ്ഞോ? ഒക്കെ പരിപാടി കഴിഞ്ഞ്. മുട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി. സെറ്റാണ്? ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു പരമ്പരാഗത രീതിയിൽ മിഠായികൾ കൊടുക്കുന്ന ഒരു പൊതി മിഠായി കൊടുക്കുന്ന ഒരു ആഘോഷമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിരവധി ആഘോഷ പരിപാടികൾ, കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ചെറിയ പെരുന്നാളിനെ പോലെയല്ല. ചെറിയ പെരുന്നാളിൽ യുദ്ധത്തിൻ്റെ ഒരു ആശങ്ക മൂലം വളരെ കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ അവസാനിച്ച് ആളുകൾ കുറെ കൂടി റിലാക്സ്ഡായി പുറത്തിറങ്ങുകയും കൂട്ടം കൂടുകയും അങ്ങനെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഖത്തറിൽ 2ാം ദിവസവും ഈ ബലിപെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ തുടരുകയാണ്. ദോഹയിൽ നിന്ന് അഷഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഓസ്ട്രേലിയയിലെ മെൽബണിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു. അൽ തഖ്വ മസ്ജിദിന്റെ സ്പോർട്സ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിൽ 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെൽബൺ ഗ്രാൻഡ് മോസ്ക് ഉൾപ്പെടെയുള്ള പ്രധാന പള്ളികളിൽ ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഓരോ പ്രദേശങ്ങളിലെയും മലയാളി കുടുംബങ്ങൾ വീടുകളിൽ ഒത്തുകൂടി. ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ നഗര പദ്ധതി വരുന്നു. 6.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഫ്യൂച്ചർ സോഹാർ സിറ്റി ഒരുങ്ങുന്നത്. റെസിഡൻഷ്യൽ ഏരിയ എന്നതിലുപരി എല്ലാവിധ വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളും അടങ്ങിയ ഹൈടെക് ടൗൺഷിപ്പാണ് നിർമ്മിക്കുന്നത്. സുൽത്താൻ ഖാബൂസ് പോർട്ടിനും സോഹാർ ഫ്രീ സോണിനും അടുത്താണ് നഗരം ഒരുങ്ങുക. വരാനിരിക്കുന്ന ഒമാൻ UAE റെയിൽവേ ശൃംഖലയുമായി ബന്ധപ്പെട്ട് നഗരത്തെ ബന്ധിപ്പിക്കുന്നതോടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന കവാടമായി സോഹാർ മാറും. ഒമാനിൽ ഫുഡ് ഡെലിവറി ബൈക്കുകൾക്ക് പ്രധാന റോഡുകളിൽ വിലക്കേർപ്പെടുത്തി ഗതാഗത മന്ത്രാലയം. ലോജിസ്റ്റിക്സ് മേഖലയിലെ ലേബർ മാർക്കറ്റ് റെഗുലേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇനി മുതൽ ഫുഡ് ഡെലിവറി ബൈക്കുകൾ ഇന്നർ റോഡുകളും സെക്കൻഡറി റോഡുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിയമം ലംഘിക്കുന്നവർക്ക് ട്രാഫിക് നിയമലംഘനത്തിന് പിഴ ചുമത്തുമെന്നും ബൈക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്യും. പ്രധാന ഹൈവേകളിലെ അമിത വേഗത കാരണം ഡെലിവറി ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്നത് തടയാനാണ് ഇതെന്നും അധികൃതർ പറഞ്ഞു. ഔദ്യോഗിക ട്രാഫിക് അധികാരികളുടെ പേരിൽ വരുന്ന വ്യാജ ട്രാഫിക് പിഴ ഇമെയിലുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി റോയൽ ഒമാൻ പോലീസ്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ബാങ്കിംഗ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യരുതെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതുമാണ് തട്ടിപ്പ് സംഘങ്ങളുടെ രീതി. സംശയാസ്പദമായ ഇമെയിലുകളോ സൈബർ തട്ടിപ്പ് ശ്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. കുവൈത്തിൽ വേഗപരിധി ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വേഗതയുടെ തോതനുസരിച്ച് കനത്ത പിഴ ചുമത്തുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഗുരുതരമായ കേസുകളിൽ ജയിൽ ശിക്ഷ ലഭിക്കുന്നതിനൊപ്പം പ്രവാസികളെ നാടുകടത്തുമെന്നും അധികൃതർ അറിയിച്ചു. അശ്രദ്ധമായ വേഗത റോഡ് സുരക്ഷയ്ക്കും പൊതുജനങ്ങളുടെ ജീവനും നേരിട്ട് ഭീഷണിയാണ്. പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടെ എല്ലാ വാഹനമോടിക്കുന്നവരും വേഗപരിധിയും ഗതാഗത നിയന്ത്രണങ്ങളും കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഗതാഗത അപകടങ്ങൾ കുറയ്ക്കാനും റോഡ് അച്ചടക്കം ഉറപ്പാക്കാനുമുള്ള തുടർ നടപടികളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്.
ബേസ്മെന്റുകളിൽ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും അനധികൃത തടി പാർട്ടീഷനുകൾ സ്ഥാപിക്കുന്നതും ഗുരുതരമായ അഗ്നിബാധ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് കുവൈത്ത് ജനറൽ ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. തടി പാർട്ടീഷനുകൾ അതിവേഗം കത്തിപ്പടരുന്നവയാണെന്നും ഇത് രക്ഷാപ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നും ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗരീബ് ചൂണ്ടിക്കാട്ടി. ഇത്തരം ലംഘനങ്ങൾ കണ്ടെത്തിയാൽ കെട്ടിടം അടച്ചുപൂട്ടൽ ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഫയർഫോഴ്സ് എല്ലാ കെട്ടിട ഉടമകളോടും അഭ്യർത്ഥിച്ചു. ഈ വാരാന്ത്യത്തിൽ ഖത്തറിൽ കടുത്ത ചൂടിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ചിലയിടങ്ങളിൽ പകൽ സമയത്ത് താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കടലിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ചയോടെ ചൂട് കഠിനമാകും. ദോഹയിലും പരിസര പ്രദേശങ്ങളിലും മധ്യതെക്കൻ മേഖലകളിലും 44 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാം. രാത്രികാലങ്ങളിൽ കുറഞ്ഞ താപനില 30 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കടുത്ത ചൂടിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. യമൻ മുൻ പ്രസിഡന്റ് അബ്ദുറബ്ബ് മൻസൂർ ഹാദി അന്തരിച്ചു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് സൗദിയിലെ റിയാദിൽ വെച്ചായിരുന്നു അന്ത്യം. 2011 അറബ് പ്രക്ഷോഭങ്ങളെ തുടർന്ന് റിയാദിൽ അഭയം തേടിയതായിരുന്നു. ഹൂതികളുടെ അട്ടിമറിക്ക് ശേഷം അദ്ദേഹം സൗദിയിൽ നിന്നും തിരികെ പോയിരുന്നില്ല. 80-ാം വയസ്സിലാണ് യമൻ മുൻ പ്രസിഡന്റ് അബ്ദുറബ്ബ് മൻസൂർ ഹാദിയുടെ മരണം. യമൻ സൈന്യത്തിന്റെ ഫീൽഡ് മാർഷൽ കൂടിയായിരുന്നു അദ്ദേഹം. 1945 ജനിച്ച ഹാദി 1994 ശ്രദ്ധ നേടുന്നത്. അന്നത്തെ യമൻ ആഭ്യന്തര യുദ്ധത്തിൽ പ്രസിഡന്റായിരുന്ന അലി അബ്ദുള്ള സാലിഹിനെ പിന്തുണച്ചായിരുന്നു രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടിയത്. അക്കാലത്ത് പ്രതിരോധ മന്ത്രിയായി. 1994 തന്നെ യമൻ വൈസ് പ്രസിഡന്റായി. ആ യാത്ര 2011 വരെ തുടർന്നു. 2011 അറബ് വസന്ത പ്രക്ഷോഭം ശക്തമായതോടെ യമനിൽ ഭരണ അട്ടിമറിക്ക് കളമൊരുങ്ങി. ഇതോടെ പ്രസിഡന്റായിരുന്ന അലി അബ്ദുള്ള സാലിഹ് അധികാരമൊഴിഞ്ഞു. പിന്നാലെ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഹാദി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2014 ഹൂതികൾ യമൻ തലസ്ഥാനമായ സന പിടിച്ചെടുത്തു. ഇതോടെ സൗദി സഖ്യസേനയ്ക്ക് കീഴിൽ യമനിലെ ആഭ്യന്തര കലഹം അവസാനിപ്പിക്കാൻ ആക്രമണം തുടങ്ങി. ഗതിയില്ലാതെ അബ്ദുറഹ് മൻസൂർ ഹാദിക്ക് സൗദിയിൽ രാഷ്ട്രീയ അഭയം തേടേണ്ടി വന്നു. പിന്നാലെ വർഷങ്ങൾക്കകം യമനിലെ ഭരണം 3 മേഖലയായി മാറി. ഇതോടെ രാഷ്ട്രീയ പരിഹാരങ്ങളുടെ ഭാഗമായി 2022 ഏപ്രിലിൽ മുഴുവൻ അധികാരങ്ങളും പുതിയ പ്രസിഡൻഷ്യൽ കൗൺസിലിന് കൈമാറുകയായിരുന്നു. മരണപ്പെട്ട ഹാദിയുടെ ഖബറടക്കം റിയാദിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മീഡിയ 1 റിയാദ്. ഖത്തർ മുൻ ഉപപ്രധാനമന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് അൽ അത്തിയ അന്തരിച്ചു. രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്ന അദ്ദേഹം ഊർജ്ജ വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1972 ധന പെട്രോളിയം വകുപ്പിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1989 ധന പെട്രോളിയം സഹമന്ത്രിയായി. പിന്നീട് ഊർജ്ജ വകുപ്പ് മന്ത്രിയും ഖത്തർ എനർജി സിഇഒയുമായി. ഖത്തർ എനർജിക്ക് ആഗോള മേൽവിലാസം ഉണ്ടാക്കുന്നതിൽ അൽ അത്തിയുടെ പങ്ക് ഏറെ വലുതായിരുന്നു. യുഎഇയിൽ തൊഴിലാളികൾക്കായി പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ച മാനവ വിഭവശേഷി മന്ത്രാലയം. തൊഴിലാളികളുടെ ക്ഷേമവും സന്തോഷവും മുൻനിർത്തി രാജ്യത്തുടനീളം 30 കേന്ദ്രങ്ങളിലായാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഈദ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. നമ്മുടെ തൊഴിലാളികളുടെ സന്തോഷം, നമ്മുടെ ഈദ് ആഘോഷത്തിന്റെ ആനന്ദം എന്ന പ്രമേയത്തിന് കീഴിലാണ് ഇത്തവണ മന്ത്രാലയം ആഘോഷങ്ങൾ ഒരുക്കിയത്. കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളോടുള്ള ആദരസൂചകമായായിരുന്നു ഒത്തുചേരൽ. യുഎയുടെ വികസന കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്ന തൊഴിലാളി സമൂഹത്തിന് മാനസികോല്ലാസവും പെരുന്നാൾ സമ്മാനങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വലിയ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. വിവിധ സർക്കാർ സ്വകാര്യ പങ്കാളികളുമായി സഹകരിച്ച രാജ്യത്തിന്റെ വിവിധ എമിറേറ്റുകളിലായി 30ഓളം പ്രധാന കേന്ദ്രങ്ങളിലാണ് ആഘോഷങ്ങൾ അരങ്ങേറിയത്. വിനോദ പരിപാടികൾ, കായിക മത്സരങ്ങൾ, കലാ സാംസ്കാരിക ഒത്തുചേരലുകൾ എന്നിവയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങളും കൈമാറി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് പുറമെ രാജ്യത്തെ നിരവധി സ്വകാര്യ കമ്പനികളും തങ്ങളുടെ തൊഴിലാളികൾക്കായി സ്വന്തം നിലയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സ്വന്തം നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഒത്തുചേരൽ വലിയൊരു ആശ്വാസവും സന്തോഷവുമാണ് സമ്മാനിച്ചത്. മീഡിയ 1 ദുബായ്. യുഎഇയിൽ ലക്ഷക്കണക്കിന് ദർഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ വ്യാജ ബാങ്ക് രേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തുന്ന പരാതികളുമായി മലയാളി വ്യവസായികൾ. രാജസ്ഥാൻ സ്വദേശികളുടെ ഉടമസ്ഥതയിൽ ദുബായിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിക്കെതിരെയാണ് പരാതി. തട്ടിപ്പ് നടന്ന സംഘം മറ്റൊരു പേരിൽ പുതിയ കമ്പനി ആരംഭിച്ച് തട്ടിപ്പ് തുടരുകയാണെന്നും വ്യവസായികൾ ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജസ്ഥാൻ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെയാണ് കയറ്റുമതി ഇറക്കുമതി സ്ഥാപനമായ കെഎൻ ട്രേഡിംഗ്സ് ഉടമകൾ പരാതിയുമായി രംഗത്തെത്തിയത്.
തേങ്ങ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ശേഷം തട്ടിപ്പ് കമ്പനി പണം നൽകിയില്ലെന്നാണ് പരാതി. പിന്നീട് പണം ബാങ്ക് വഴി അയച്ചെന്ന് പറയുകയും തെളിവായി വ്യാജരേഖകൾ നൽകുകയും ചെയ്തുവെന്നും ഇവർ ആരോപിച്ചു. ദുബൈ ചേംബറിലും ദുബൈ സിവിൽ കോടതിയിലും പരാതി നൽകി അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും ഇതിനെ മറികടക്കാൻ തട്ടിപ്പുകാർ സ്വന്തം കമ്പനി പൂട്ടി മറ്റൊരിടത്ത് വേറെ കമ്പനി തുടങ്ങിയെന്നും പരാതിക്കാർ ദുബൈയിൽ പറഞ്ഞു. ഇനി മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനീനെ ക്രിമിനൽ കേസായിട്ട് കണക്ട് ചെയ്ത് കമ്പനി ഇൻഡിവിജ്വൽസിനെ കണക്ട് ചെയ്യണം. ഈ ക്ലെയിമിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഫ്രോഡ് ഇൻട്രസ്റ്റുകളുണ്ട്, ആ ഒരു നേച്ചറിലാണ് ഇവർ കമ്പനി റൺ ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇവരുടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് എ ഫ്രോഡ് ഡോക്യുമെന്റ്. നിരവധി കമ്പനികളെ ഇതുപോലെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്നും KN ട്രേഡിംഗ്സ് കമ്പനി ഉടമകൾ പറഞ്ഞു. കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. KN അബ്ദുൽ ഗഫൂർ, ഹാഫിം അൽ കാസ്മി, ഫാരിസ് അൽ കാസ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബൈ. കുവൈത്തിൽ ഈദ് സൗഹൃദ സംഘവും കുടുംബ ഒത്തുചേരലും സംഘടിപ്പിച്ച KIG സാൽമിയ ഏരിയ. സാൽമിയ പാർക്കിൽ നടന്ന ചടങ്ങ് അമീർ കരനേത്ത് ഉദ്ഘാടനം ചെയ്തു. 150ഓളം അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമത്തിൽ ഈദ് പ്രഭാത ഭക്ഷണവും മധുര വിതരണവും നടന്നു. ഖുറാൻ സ്റ്റഡി സെന്റർ പരീക്ഷയിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആസിഫ് ഖാലിദും നിസാർ കെ റഷീദും പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷത്തിൽ സംഗമം അവിസ്മരണീയമായി. ബലിപെരുന്നാളിന്റെ ഭാഗമായി കുവൈത്ത് KMCC സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് മുലാഖാത്ത് 2026 സംഘടിപ്പിച്ചു. ഫർവാനിയയിലെ KMCC സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇക്ബാൽ മാവിലാടം അധ്യക്ഷത വഹിക്കുകയും ഡോക്ടർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. മുസ്തഫ കാരി ആശംസകൾ നേർന്നു. റൌഫ് മാഷ്ഹൂർ, MR നാസർ, സലാം പട്ടാമ്പി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. പെരുന്നാൾ ഒത്തുചേരലിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികൾക്ക് ആർട്ട് വിംഗ് നേതൃത്വം നൽകി. നിരവധി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈത്തിലെ മഹബൂലിയയിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോ സൂപ്പർ മെഡിക്കൽ കെയറിൽ സ്ത്രീരോഗ വിഭാഗം ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ പ്രവർത്തനം ശക്തമാക്കുന്നു. ഡോക്ടർ അമൃതവല്ലിയുടെ നേതൃത്വത്തിൽ ഗർഭകാല പരിചരണം, ഹോർമോൺ ചികിത്സ, സ്ത്രീരോഗ പരിശോധനകൾ ഉൾപ്പെടെ സമഗ്ര സേവനങ്ങൾ ലഭ്യമാണ്. രോഗികളുടെ സ്വകാര്യതയും മാനസികാശ്വാസവും ഉറപ്പാക്കുന്ന സൗഹൃദപരമായ ചികിത്സാന്തരീക്ഷമാണ് ആശുപത്രിയുടെ പ്രത്യേകത. ദന്തൽ, പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ സേവനങ്ങളും ഒരേ കുടക്കീഴിൽ ലഭ്യമാണ്. ഗാന്ധി സ്മൃതി കുവൈത്ത് 10ഉം 12ഉം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. അംഗങ്ങളുടെ മക്കൾക്കായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 10 വിദ്യാർത്ഥികളെ ആദരിച്ചു. റൊമാൻസ് പെയ്റ്റൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് റെജി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മധു മാഹി, പോളി അഗസ്റ്റിൻ, ബിജു അലക്സാണ്ടർ, സജിൽ PK എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനാ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി.